കുട്ടീസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കണേ. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേക്ക് ഓവറാണ്. ഇത് ഈ ഒരു സാധാ നോർമൽ ടോപ്പിനെ നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. പിന്നെ ഇത് എലൈൻ ടോപ്പാണ് കേട്ടോ, വേറെ പ്രത്യേകത ഒന്നുമില്ല. എനിക്ക് സ്ലിറ്റ് അടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ എലൈനായിട്ട് തയ്ച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മളിവിടെ മോഡിഫിക്കേഷൻ വരുത്താൻ പോകുന്നത് യോക്കിൻ്റെ ഭാഗത്താണ്. എനിക്ക് ഓൾറെഡി ഈ ഒരു ടോപ്പിൻ്റെ നെക്ക് ഭയങ്കര വൈഡാണ്. അപ്പോൾ നമുക്കൊന്ന് ആ വൈഡ് നെക്കൊന്ന് ചെറുതായിട്ട് വൈഡ് മാറ്റുകയും കൂടി വേണം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഞാൻ ഇപ്പോഴത്തെ നെക്കിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം യോക്ക് വെക്കണം എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് ഒരു 12-11 ആ ഒരു ഇതാണ് എടുക്കുന്നത്. വിഡ്ത്ത് ഇപ്പോൾ നോർമലായിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ വന്നേക്കുന്നത് 5 ഇഞ്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഈ നെക്കിനെ നമ്മൾ അത് ആ ഒരു ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് മറയ്ക്കാൻ പോവാണ്. എന്നിട്ട് മറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇത് വെച്ച് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വൈഡ് നെക്ക് അങ്ങോട്ട് മറഞ്ഞു പൊക്കോളും. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ ഒരു സ്റ്റിഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എത്രയാണ് വേണ്ടത് നെക്ക് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് മറക്കത്തക്ക രീതിയിൽ അത്രയും വലിയൊരു യോക്ക് ഭാഗം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ആ നെക്കിനേക്കാളും വലിയ നെക്കായിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 4 ഉം 4 ഉം 8 വരും. 8 ഇഞ്ച് വരും. ഇത് രണ്ടായിട്ട് മടക്കിയൊക്കെയാണല്ലോ. അപ്പോൾ ഒരു 4 ഇഞ്ച് വിഡ്ത്തും ലെങ്ത്ത് വന്നിട്ട് ഒരു 11-12 ഇഞ്ച് അത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കി കൊടുത്തിട്ട് നമ്മുടെ കറക്റ്റ് എത്രത്തോളമാണ് നമുക്ക് യോക്ക് ഭാഗത്ത് ആ ഒരു ബ്ലാക്ക് ക്ലോത്ത് വെക്കുന്നത് അത്രയും നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ വേണം വരാൻ. ചിലവർ സ്ക്വയർ ആയിട്ട് വെക്കും, ചിലവർ ഇതേപോലെ യു ഷേപ്പിൽ വെക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ അല്ല, ഈ ഒരു ഷേപ്പിലാണ്, ഈ ഇതേ അളവിലാണ് നമ്മുടെ യോക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് ആ ഒരു സ്റ്റിഫ് പേപ്പറിലേക്ക് നമ്മൾ ഏത് ക്ലോത്താണ് നമ്മളവിടെ യോക്ക് ഭാഗത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് ക്ലോത്താണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അയൺ ചെയ്ത് നമ്മൾ സ്റ്റിഫിൻ്റെ പേപ്പർ ഉപയോഗിച്ചാലാണ് ആ ഒരു പെർഫെക്ഷനും ആ ഒരു ഭംഗിയൊക്കെ വരുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റിഫ് പേപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇതേ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റത്തെ പണിയേ ഉള്ളൂ ഇങ്ങനെ യോക്ക് ഭാഗം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ഇതുപോലെ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ആ ക്ലോത്തിൽ തേച്ച് വെച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അരികൊക്കെ മടക്കി അടിക്കുക ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ നല്ല പെർഫെക്ഷനിൽ ആ യോക്ക് വെക്കുന്ന പോലെ ശരിക്കും നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിപ്പോൾ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞ ഒരു ടോപ്പ് റിപ്പയർ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ശ്രദ്ധ വേണം എന്ന് മാത്രം. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് 1 ഇഞ്ചോളം 1-1.5 ഇഞ്ചോളം മാത്രം ക്ലോത്ത് മതി. ബാക്കി ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ഒത്തിരി ക്ലോത്ത് ഇങ്ങനെ ആവശ്യമില്ല. ആ ഒരു പേപ്പറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോളം ഉള്ള അത്രയും മതിയാകും. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ആ ബാലൻസ് വരുന്ന ക്ലോത്തില്ലേ, അത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2-1.5 ഇഞ്ചോളം കൂട്ടിയാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. അത് നമ്മളിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. ഇത് കണ്ടോ, ആ അരിക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ആ തുമ്പത്തൂടെ ആ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യോക്ക് ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. പിന്നെ നേരെ നമുക്ക് ആ ഒരു ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനു മുമ്പായിട്ട് വേറൊരു സംഭവം ചെയ്യണമായിരുന്നു. നമ്മുടെ ടോപ്പിൻ്റെ സ്ലീവും ഷോൾഡറൊക്കെ അഴിച്ച് മാറ്റാനുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്ലിപ്പ് ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്കിലായിപ്പോയി. പിന്നെ ഞാൻ അതുകൊണ്ട് മാറ്റാൻ നിന്നില്ല. ഇത് തുടക്കത്തിലേ നമ്മൾ ചെയ്ത് വെക്കണം. സ്ലീവും ഷോൾഡറും പിന്നെ സൈഡും അഴിക്കണം നമ്മുടെ ടോപ്പിൻ്റെ. പിന്നെ നമുക്ക് ഈ യോക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ശരിക്കും ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഞാൻ പക്ഷേ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഫസ്റ്റേ കാണിക്കേണ്ടതായിരുന്നു. പിന്നെ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ഇനി അഴിക്കൽ പരിപാടി എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ ചടപടയെന്ന് അഴിക്കും. ക്ഷമയൊന്നും ഇല്ലാത്ത കാരണം വലിച്ച് പറിച്ചൊക്കെയാണ് അഴിക്കാറ്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് വലിയ സ്റ്റിച്ച് നല്ല വലിയ സ്റ്റിച്ചൊക്കെ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലായിട്ട് ഈ അയൺ ചെയ്തതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ യോക്ക് ഭാഗം ഉണ്ടല്ലോ, നമ്മളങ്ങനെ മടക്കി അരികെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു യോക്കും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക.
കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെയും ആ ഒരു അയൺ ചെയ്തതിൻ്റെ പാട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടുണ്ടാകും. ഈ ഒരു ടോപ്പിലും ആ ഒരു ലൈൻ പോയിട്ടുണ്ടാകും. നമ്മൾ ആ ഒരു ലൈൻ നോക്കിയിട്ടാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തേച്ച് അയൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന പോലെയാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇപ്പം നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നെക്കിൻ്റെ ഭാഗം നമ്മൾ മൂടി പോകും. ഇപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ യോക്ക് ഭാഗം തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സ്ട്രെയിറ്റ് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ചുറ്റിനും സ്റ്റിച്ച് ചെയ്യാം. ആ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിയിട്ട് പിന്നെ രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണ് നെക്ക് വേണ്ടത്? എനിക്ക് ആദ്യമുള്ള അത്രയും നെക്ക് ആവശ്യമില്ല. കുറച്ചും കൂടിയും കയറി നിൽക്കണം നെക്ക്. വൈഡ് അത്രയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വിഡ്ത്ത് 3.5 ഇഞ്ചും ലെങ്ത്ത് ഒരു 4-4.5 എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. അത്രയും എടുത്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ സാധാ നോർമൽ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ആ ഒരു ക്ലോത്തിൻ്റെ നല്ല വശവും വെച്ചിട്ട് നമ്മൾ നോർമൽ നെക്ക് അടിക്കുന്ന പോലെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എനിക്ക് ആദ്യം കട്ട് ചെയ്ത നെക്ക് കുറച്ചങ്ങോട്ട് ഇടുങ്ങിയ നെക്ക് പോലെ തോന്നിയായിരുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് വൈഡാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ചിലപ്പോൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്ന്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലോത്തും അതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ ഫേസ് ടു ഫേസ് വെക്കാം. അതിന് ശേഷം ആ നെക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരികത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് വീതി വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന നെക്കും ഇപ്പോഴത്തെ പുതിയ നെക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് അത്രയും ഇറങ്ങിയാണ് പഴയ നെക്ക് നിന്നത്. പുതിയ നെക്ക് വന്നിട്ട് ഇത് അതുപോലെ കയറിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത പാട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ബ്ലാക്ക് ലൈനിൽ പോയിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തതാണ്. ബാക്കിയുള്ള ആ ഒരു ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നെക്കിൻ്റെ. അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്യാം. സ്റ്റിച്ചിൽ കൊള്ളിക്കാതെ വേണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ആ ഒരു എക്സ്ട്രാ വെച്ച സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് ഇതുപോലെ മറിച്ച് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നോർമൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് പതിപ്പിച്ച് നെക്കിൻ്റെ ആ അരികത്തൂടെ പതിപ്പിച്ചടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ നെക്ക് കിട്ടും. ഇനിയിപ്പോൾ അതുപോലെ കുറച്ച് തുണി ബാക്ക് സൈഡിൽ, ഈ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാകും. അത് ഒന്നില്ലെങ്കിൽ ഹെം ചെയ്യുക. അതിൻ്റെ അരികെ ഇതുപോലെ മടക്കിയിട്ട് വേണം ഹെം ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ഹെം ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇതുപോലെ അരികെ മടക്കി വെക്കാം, അല്ലെങ്കിൽ അരികെ സ്റ്റിച്ച് ചെയ്യാം. അരികെ ഒരു തവണ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഹെം ചെയ്തെടുക്കാം. അതാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അതായിരിക്കും കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് കുറച്ച് അതിബുദ്ധി ആണെന്ന് വേണമെങ്കിൽ പറയാം. കയ്യിൽ കിട്ടിയ ഒരു ലേസ് അതിൻ്റെ ആ ഒരു അരികത്തൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് തുന്നി കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കട്ട ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അത് ഓവറായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ട് പണി നിർത്താം. ഇതിപ്പോൾ ഇങ്ങനെയാണ് യോക്ക് നമ്മൾ സെറ്റ് ചെയ്തത്. പെട്ടെന്ന് തീരുന്ന പണിയാണ്. 10-15 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാക്കി കിട്ടും. ഇങ്ങനെ പഴയ ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് മാച്ച് ചെയ്തിട്ട് ഇതുപോലത്തെ കട്ട് പീസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാണ്ട് ഇപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിലൊക്കെ നമ്മൾ അജ്രക്കിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുപോലെ നല്ല ട്രെൻഡി ആയിരിക്കും. നമ്മുടെ ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 മീറ്റർ ഈ മറ്റേ ഇതുണ്ടല്ലോ അജ്രക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കുമേ. അപ്പോൾ ഇതേപോലത്തെ മേക്ക് ഓവർ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. ഇതുപോലെ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ നമുക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. ടാറ്റാ.